ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ട്. നമുക്കതൊരു തീയൽ വെച്ച് നോക്കാം. ആദ്യമായി നമുക്കിത് നന്നായി വൃത്തിയാക്കി എടുക്കാം. കൊഞ്ച് തോല് കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായി വൃത്തിയായി കഴുകിയെടുക്കണം. ഇതിനകത്തുള്ള കറുത്ത നാരൊക്കെ എടുത്ത് കളഞ്ഞില്ലെങ്കിൽ നമ്മുടെ വയറിന് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനകത്തുള്ള കറുത്ത നാരൊക്കെ എടുത്ത് കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കേണ്ടത് ആവശ്യമാണ്. ഇതുപോലെയുള്ള ഈ കറുത്ത നാരാണ് നമ്മൾ കീറിയെടുത്ത് കളയേണ്ടത്. നന്നായി വൃത്തിയാക്കിയെടുത്ത കൊഞ്ച്, സ്വല്പം വെള്ളം, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് വേകാനായിട്ട് വയ്ക്കാം. കൊഞ്ച് തീയലിൽ ചേർക്കാനായി 2 കിഴങ്ങ്, ഒരു ചെറിയ കഷ്ണം പടവലങ്ങ, 2 തക്കാളി, 3 പച്ചമുളക് ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ കൊഞ്ച് നന്നായി വെന്തിട്ടുണ്ട്. കൊഞ്ച് വാങ്ങിയതിന് ശേഷം ഒരു ചീനച്ചട്ടി വെച്ച് ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു സവാളയും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആദ്യം സവാള ഇട്ടു, അതിലേക്ക് കിഴങ്ങും വഴുതനങ്ങയും ഇട്ട് കൊടുത്തു. നന്നായി വഴറ്റിയെടുക്കുക. ഇത് വഴന്നു വരുമ്പോഴേക്കും നമുക്ക് അരപ്പിനുള്ളത് തയ്യാറാക്കാം. കൊഞ്ച് തീയലിനുള്ള അരപ്പ് തയ്യാറാക്കാനായി കുറച്ച് തേങ്ങ, 10 കൊച്ചുള്ളി അരിഞ്ഞത്, കുറച്ച് കുരുമുളക്, 2 വെളുത്തുള്ളി അരിഞ്ഞത്, കുറച്ച് പെരിഞ്ചീരകം, 2 തണ്ട് കറിവേപ്പില ഇത്രയും എടുത്തു വച്ചിട്ടുണ്ട്. തേങ്ങ ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ് വേഗത്തിൽ വറുത്തെടുക്കുന്നതിനായിട്ട്. ഇത് റെഡിയാവുന്നതിനോടൊപ്പം നമുക്ക് തേങ്ങയും നന്നായി വറുത്തെടുക്കാം. മൂത്ത് വരുന്ന കൂട്ടിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. നേരത്തെ വേകാൻ വെച്ചിരുന്ന കഷ്ണങ്ങളിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് പാകത്തിന് മൂത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയിലേക്കിട്ട് നന്നായി അരച്ചെടുക്കാം. ആറിയതിന് ശേഷം അത് മിക്സിയിലേക്കിട്ടു. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ അരപ്പ് റെഡിയായിട്ടുണ്ട്. വെന്ത കഷ്ണത്തിലേക്ക് അരപ്പ് ചേർത്തിട്ടുണ്ട്. നന്നായി ഇളക്കി ഒന്നുകൂടി വഴറ്റിയെടുക്കാം. അരപ്പും കഷ്ണങ്ങളുമായി വഴറ്റിയതിന് ശേഷം നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കൊഞ്ചിലേക്ക് അത് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കഷ്ണങ്ങൾ നന്നായി വെന്ത് ചേരാനായി ഒന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ കറിയൊക്കെ നന്നായി തിളച്ച് കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് നമുക്ക് ചേർക്കാം. പുളി പിഴിഞ്ഞ് ചേർത്തതിന് ശേഷം കുറച്ച് നേരം കൂടി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് തീ ഓഫാക്കാം. ഇതേപോലെ നിങ്ങൾ തീയൽ വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക. ഓക്കെ, താങ്ക് യു.